തൃശൂരിൽ സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പിന്റെ നേതൃത്വത്തിൽ എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ വയോജന ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പൂവത്തൂർ വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. ചരിത്രം സൃഷ്ടിക്കാൻ ഗുരുവായൂർ ദേവസ്വത്തിൽ സൗരവൈദ്യുത പദ്ധതി സമർപ്പണം. ഒരുങ്ങിയത് 250 കിലോ വാട്ടിന്റെ സൗരോർജ്ജ പദ്ധതി. പദ്ധതി സമർപ്പിക്കുക മന്ത്രി VN വാസവൻ. തൃശൂർ അരിമ്പൂരിൽ കാർ ബസ്സിന് പുറകിലേക്ക് ഇടിച്ചു കയറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബസ് പൊടുന്നനെ നിർത്തിയതോടെ കാർ ബസ്സിന് പുറകിൽ ഇടിച്ചു കയറുകയായിരുന്നു. തൃശൂർ മണലൂർ നിയോജക മണ്ഡലത്തിൽ ഭിന്നശേഷിക്കാർക്ക് UID കാർഡ് ലഭ്യമാക്കും. തീരുമാനം മുരളി പെരുന്നല്ലി MLA യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. വിപുലമായ ക്യാമ്പയിൻ നടത്തി മുഴുവൻ പേർക്കും കാർഡ് നൽകാനും തീരുമാനം. തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ യുവാവിനെ സ്വയം കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോട്ടുകുന്നം പരപ്പാറ സ്വദേശി പ്രവീണിനെ. അവിവാഹിതനായ ഇയാൾ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്നും കണ്ടെത്തൽ. ആറന്മുള തൃട്ടാതി ജലോത്സവത്തിൽ പങ്കെടുക്കാനൊരുങ്ങി ചെന്നിത്തല പള്ളിയോട്ടം. ചെന്നിത്തല തെക്ക് 93 നമ്പർ NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള പള്ളിയോട്ടം നീരണിയുക ഞായറാഴ്ച. ശേഷം തിരുവാറന്മുള ദർശനത്തിനായി പള്ളിയോട്ടം യാത്ര പുറപ്പെട്ടു. ആലപ്പുഴ മാന്നാറിൽ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് മാന്നാർ പുത്തൻ പള്ളി മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ. ചടങ്ങ് കൊടിയേറിയത് പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം. ചടങ്ങിൽ പങ്കെടുത്ത് നിരവധി പേർ. മാറഞ്ചേരി കാഞ്ഞിരമുക്കിൽ ഓട്ടോ ഡ്രൈവർ തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചത് മാറഞ്ചേരി കാഞ്ഞിരമുക്ക് സ്വദേശി സുജിത്ത്. ഗുരുതരമായി പൊള്ളലേറ്റ സുജിത്തിനെ എടപ്പാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫിറ്റ്നസ് ദിനങ്ങൾ കുറച്ച് നടപടി പിൻവലിക്കുക, സ്പെഷ്യൽ പെർമിറ്റിന്റെ സർവീസ് ചാർജ് കുടിശ്ശിക ഒഴിവാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് CITU പട്ടാമ്പി തൃത്താല ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. മാർച്ച് CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ജീവനക്കാരനെ ക്ഷേത്രം ഗസ്റ്റ് ഹൌസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ക്ഷേത്രത്തിലെ താൽക്കാലിക ജീവനക്കാരൻ കൊടുങ്ങല്ലൂർ സ്വദേശി നാലുമാക്കാൽ ഉണ്ണികൃഷ്ണനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലേക്ക് സർക്കാർ നാമനിർദ്ദേശം ചെയ്ത ജീവനക്കാരുടെ പ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത് C. മനോജ് P. നായർ എന്നിവർ. ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ PC ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ആലപ്പുഴയിൽ കവിത ITI സ്ഥാപകൻ G. ചക്രപാണി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ മികച്ച മാധ്യമ പ്രവർത്തകർക്കുള്ള GC ഫൗണ്ടേഷൻ അവാർഡ് വിതരണം ചെയ്തു. കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് നടത്തിയത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചാലക്കുടിയിൽ അനധികൃത വഴിയോര പൂക്കച്ചവടത്തിനെതിരെ പ്രതിഷേധ ധർണ നടത്തിയത് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ. പ്രതിഷേധ ധർണ ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കിഴപ്പിള്ളിക്കര മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ലഹരിക്കെതിരെ നാടൊന്നിക്കുന്നു. ലഹരി മാഫിയകളെ തടയുന്നതിന് ആവിഷ്കരിച്ച ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ ജനകീയ പ്രതിരോധ റാലി സംഘടിപ്പിക്കും. ഹെൽത്ത് സെന്റർ മുതൽ കിഴപ്പിള്ളിക്കര സെന്റർ വരെ നടക്കുന്ന റാലി താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്യും. കാസർഗോഡ് പോക്സോ കേസിൽ പ്രതി പിടിയിൽ. ഫോൺ മുഖേന പരിചയപ്പെട്ട 17 വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് കറുവപ്പാടി സ്വദേശി നിഖിൽ കുമാറിനെ കുമ്പള പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എറണാകുളം പാമ്പാക്കുടയിൽ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ചു. പ്രസിഡന്റ് തോമസ് തടത്തിൽ, വൈസ് പ്രസിഡന്റ് രാധാനാരായണൻകുട്ടി എന്നിവരാണ് രാജിവെച്ചത്. പാർട്ടിയിലെ തർക്കമാണ് രാജിക്ക് കാരണം. പഞ്ചായത്ത് കമ്മിറ്റി പോലും വിളിച്ചു ചേർക്കാനാകാത്ത വിധത്തിൽ പ്രസിഡന്റും UDF അംഗങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരുന്നു.